വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ട CPM-ൽ ജില്ലാ സമ്മേളനത്തിലും പ്രധാന ചർച്ചാ വിഷയം പാർട്ടിയിലെ ചേരിപ്പോര് തന്നെ. വിഭാഗീയത ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. തിരുവല്ല, കൊടുമൺ വിഭാഗീയതകൾ ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ പാർട്ടി വിഭാഗീയത അതിരുകടക്കുന്നതായി ആദ്യം ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാന സെക്രട്ടറി തന്നെ. ജില്ലാ നേതൃത്വം കിണഞ്ഞു ശ്രമിച്ചിട്ടും പരിഹരിക്കാനാകാതെ നിലനിന്ന വിഭാഗീയതയ്ക്ക് ശമനമുണ്ടാക്കാൻ ജില്ലയിലേക്ക് നേരിട്ടെത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. 2 തവണ കയ്യങ്കളിയും വാക്കുതർക്കവും മൂലം അലങ്കോലമായ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കിയത് സംസ്ഥാന സെക്രട്ടറിയുടെ വരവിന് ശേഷം. തിരുവല്ല ഏരിയ സമ്മേളനം ഒരുവിധം പൂർത്തിയാക്കിയെങ്കിലും ഇവിടുത്തെ വിഭാഗീയതയുടെ തീവ്രത MV ഗോവിന്ദന് കൃത്യമായി അറിയാം. തിരുവല്ലയിലെ വിഭാഗീയത ഒരു വിഭാഗത്തിന്റെ മാത്രം വീഴ്ചയല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി. വിഭാഗീയത അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ്. പണത്തിനോടുള്ള ആർത്തി നേതാക്കൾക്ക് വർദ്ധിക്കുന്നുണ്ടെന്നും വിമർശനം. നിരവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. പേര് വെളിപ്പെടുത്താത്ത പരാതികളാണ് ലഭിച്ചിട്ടുള്ളതെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രബല സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തോൽവി വിഭാഗീയതയുടെ ഫലമാണെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിലാണ് ഈ വിമർശനമുണ്ടായത്. ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ശ്രമിച്ചു എന്നായിരുന്നു വിമർശനം. ഇതേ വിമർശനം ജില്ലാ സമ്മേളനത്തിലും ചർച്ചയായേക്കും. തിരുവല്ലയ്ക്ക് പുറമെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിലും വിഭാഗീയത രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട്. പുതിയ ഏരിയ സെക്രട്ടറിയെ എതിർത്ത് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഏരിയ സമ്മേളനം പൂർത്തിയാക്കിയതോടെ രംഗത്തെത്തുകയും ചെയ്തു. സമൂഹമാധ്യമങ്ങളിൽ പാർട്ടിക്കെതിരെയും പുതിയ ഏരിയ സെക്രട്ടറിക്കെതിരെയും പ്രതികരിച്ചുകൊണ്ടായിരുന്നു പലരും എതിർപ്പ് അറിയിച്ചത്. പ്രാദേശിക വിഭാഗീയതകൾ പലയിടങ്ങളിലും പഞ്ചായത്ത് ഭരണങ്ങളെപ്പോലും അനിശ്ചിതത്വത്തിലാക്കി തുടരുന്നു. ഇതെല്ലാം സമ്മേളനം തീരും വരെ ചർച്ചാ വിഷയമായി പല കോണുകളിൽ നിന്നും ഉയരും. AD നവീൻ ബാബു വിഷയത്തിൽ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും സംസ്ഥാന നേതൃത്വം സ്വീകരിച്ച നിലപാടും ജില്ലാ സമ്മേളനത്തിൽ ഉരസലിന് കാരണമായേക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കി ഒരാളെ പാർട്ടിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ TD ബൈജു, PB ഹർഷകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത. ഇതിനിടയിൽ ഗുണ്ടാപ്പട്ടികയിൽ ഉൾപ്പെട്ടയാളടക്കമുള്ള ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും സമ്മേളനകാലത്തെ മറ്റൊരു വിവാദം. 30-ാം തീയതി കോന്നിയിൽ ചേരുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനം, പത്തനംതിട്ട.